നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോകാഡ് 2010 ആണ്. നമുക്ക് ഓട്ടോകാഡ് 2000 വെച്ച് തുടങ്ങാം ആദ്യം. അതിനുശേഷം പിന്നെ മറ്റുള്ള പുതിയ വേർഷൻ നമുക്ക് പിന്നീട് പോകാം. ആദ്യം എല്ലാ കമാൻഡുകളും ഏത് വേർഷനിലുള്ള ബേസിക് കമാൻഡുകളെല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ ബേസിക് കമാൻഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വേർഷനും നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കമാൻഡ് വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലെസൺ നിങ്ങൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഞാൻ കംപ്ലീറ്റ് ഓട്ടോകാഡാണ് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇത് നിങ്ങൾ ശരിക്കും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഓട്ടോകാഡിൽ എക്സ്പെർട്ട് ആവാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തും അതിൻ്റെ കൂടെ പോകണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓട്ടോകാഡ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോകാഡിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ ലെസൺസും ഇതിനകത്ത് ഞാൻ കവർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ ഓട്ടോകാഡ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിൻ്റെ മുകളിലായി. ഓട്ടോകാഡ് മാത്രമല്ല മറ്റുള്ള കോഴ്സുകളും. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഡെസ്ക്ടോപ്പിൽ നിന്ന് നിങ്ങൾ ഓട്ടോകാഡ് അറിയാം, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇതാണ് ഓട്ടോകാഡിൻ്റെ വിൻഡോ. ഇതിനകത്ത് നമ്മൾക്ക് ഇത് ക്ലാസിക് സ്ക്രീനാണ് കാണുന്നത്. ഓട്ടോകാഡ് ക്ലാസിക്. ഞാൻ മറ്റുള്ള പുതിയ വേർഷൻ്റെ ലേഔട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് തുടക്കം ഈ സ്ക്രീൻ വെച്ച് തുടങ്ങാം. നമുക്ക് ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മെനൂസ് പറഞ്ഞുതരാം. ഫയൽ മെനു ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിനുള്ള അതേപോലത്തെ ഉള്ള മെനൂസ് തന്നെയാണ് ഇതിനകത്ത്. പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ, സേവ് ചെയ്യാൻ, അതേപോലെ ഇമ്പോർട്ട് വേറെയുള്ള ഫയലുകൾ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാൻ, അറ്റാച്ച് ചെയ്യാൻ, ഇങ്ങനെയുള്ള കമാൻഡുകളാണ്. അത് കോമൺ ആയിട്ട് എല്ലാ പ്രോഗ്രാമിനും വരുന്ന അതേ ടൈപ്പ് തന്നെ. അതിനകത്ത് ഇതിന് അഡീഷണൽ വരുന്ന പ്ലോട്ട്. ഓട്ടോകാഡിൽ എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലോട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം പ്ലോട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് അത് പ്ലോട്ട് ചെയ്യുക. അത് പ്ലോട്ടറിലോ അല്ലെങ്കിൽ പ്രിൻ്ററിലോ ഏതിലാണ് വേണ്ടത് വെച്ചാൽ. ഓക്കെ, സാധാരണ പ്രിൻറ്റ് ചെയ്യുന്ന പോലെയല്ല. നമ്മൾ ഏത് ഏരിയ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്, അതിന് സ്കെയിൽ എന്താ വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പ്ലോട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പബ്ലിഷ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ എഡിറ്റ് മെനുവിൽ നമ്മൾ വരുന്നത് അതേ സെയിം അതർ പ്രോഗ്രാമിൽ വേറെയുള്ള പ്രോഗ്രാമിൽ കാണുന്ന പോലെ കട്ട്, കോപ്പി, പേസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ആയിട്ട് ഓട്ടോകാഡിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. വ്യൂ മെനുവിൽ നമ്മളത് വ്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, വ്യൂ മെനു ഇതിനകത്ത് സൂമൊക്കെ സാധാരണ എല്ലാത്തിനും വരുന്നതാണ്. സൂം, പാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വ്യൂ മെനുവിൽ വരുന്നത്. അതൊക്കെ കൺട്രോളാണ്, വ്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡുകളാണ്. ഓക്കെ, ഇൻസെർട്ട് എന്ന് പറയുന്നത് വേറുള്ള ഓട്ടോകാഡിൻ്റെ ഒരു ഫയൽ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ ലൈബ്രറികൾ, നമ്മൾ ഓട്ടോകാഡ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് കുറേ ലൈബ്രറികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പലുകൾ, ഫർണിച്ചറിൻ്റെ സിമ്പൽ, ഇങ്ങനെയുള്ള ഓരോ ഇതിനും വരുന്ന ഓരോ ഡ്രോയിങ്ങിനും വരുന്ന അതിനാവശ്യമുള്ള സിമ്പലുകൾ നമ്മൾ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡ്രോയിങ്ങിലോട്ട് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസെർട്ട് ചെയ്യാനാണ് ഇങ്ങനെയുള്ള കമാൻഡ്. പിക്ചർ ഇൻസെർട്ട് ചെയ്യുക, അങ്ങനെ പല രൂപത്തിലും. പിന്നെ അതേപോലെ കണ്ടില്ലേ 3D സ്റ്റുഡിയോൻ്റെ ഫയൽ ഇൻസെർട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇൻസെർട്ട് ചെയ്യണം. വേറെ ഏതെങ്കിലും ഫയലുകൾ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതല്ലേ കളർ സെറ്റ് ചെയ്യുന്നത്, ലെയർ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ലെയർ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. അത് സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഫോർമാറ്റ് ചെയ്യാനുള്ള കമാൻഡുകളാണ്. ഓക്കെ, പിന്നെ ടൂൾസിൽ വരുന്നത് അല്ല, അതിൻ്റെ പാലറ്റൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുക, അതുപോലെ കുറേ അതും അതേപോലെ സെറ്റിംഗ് ആണ്. അതുപോലെ അഡീഷണൽ പ്രോഗ്രാം വേണമെങ്കിൽ ഇൻസെർട്ട് ചെയ്യുക. അങ്ങനെ
ബ്ലോക്ക് എഡിറ്റർ, ഇൻക്വയറി, ഇങ്ങനെ ടൂൾസ്, കുറേ ടൂളുകളാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു തരാൻ. ഇപ്പോൾ നമ്മളെ ജസ്റ്റ് ഒരു ലേഔട്ട് കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ. ഡ്രോ മെനു, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെനു എന്ന് പറയുന്നത്. ഈ മെനു ആണ് ഓട്ടോകാഡിൻ്റെ എല്ലാ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന കമാൻഡുകളാണ് ഇതിനകത്ത് വരുന്നത്. ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ, ലൈനിൻ്റെ ഡിഫറെൻ്റ് ആണ്, റേ, കൺസ്ട്രക്ഷൻ ലൈൻ, മൾട്ടി ലൈൻ, പോളി ലൈൻ, ഇതൊക്കെ ഓരോ ടൈപ്പ് ലൈനുകൾ. ഈ ലൈൻ ഇപ്പോൾ ഒരു പ്ലാൻ വരക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ് നിങ്ങൾ വരക്കുമ്പോൾ ലൈൻ ഉപയോഗിച്ചായിരിക്കും വരക്കുന്നത്. ലൈൻ പെൻസിൽ ഉപയോഗിച്ച് വരക്കുകയാണെങ്കിലും ഒരു ലൈൻ ഉപയോഗിച്ചാണ് വരക്കുന്നത്. ലൈൻ, അപ്പോൾ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ലൈൻ കമാൻഡുകൾ ഉപയോഗിക്കുന്നത്. 3D പോളി ലൈൻ, 3Dയിലാണെങ്കിലും ഒക്കെ. പിന്നെ പോളിഗൺ എന്ന് പറയുന്നത് 3 സൈഡ് മുതൽ 1024 സൈഡ് വരെയുള്ള പോളിഗൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ അതിൻ്റെ പോളിഗൺ നമ്മൾ വരക്കുമ്പോൾ അതിൻ്റെ സൈഡ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. പോളിഗൺ, റെക്റ്റാങ്കിൾ, ഇങ്ങനെയുള്ള സർക്കിൾ, ആർക്ക്, ഡൂനറ്റ്, സ്പലൈൻ, എലിപ്സ്, ബ്ലോക്ക്, ടേബിൾ, പോയിന്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, വരക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആക്ച്വലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെനു ആണ് ഡ്രോ. അത് ഇതാണ് അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെനു പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മോഡിഫൈ എന്ന് പറയുന്നത് നമ്മൾ വരച്ച ഒബ്ജക്റ്റിനെ നമ്മൾ ഓൾറെഡി ഡ്രോ കമാൻഡ് ഉപയോഗിച്ച് വരച്ചു. അതിന് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടി ഒരു പോർഷൻ, ഒരു വരച്ച ലൈൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇറേസ് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ക്ലോണ് മിറർ സൈഡിൽ ഒരു കോപ്പി എടുക്കേണ്ടി വരും, മിററായിട്ട് നോക്കുമ്പോഴുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് കോളം റോ വൈസിൽ അതിന് അരേ മോഡൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കമാൻഡ് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും, മൂവ് ചെയ്യേണ്ടി വരും, സ്ട്രെച്ച് ഒരു ഭാഗം പിടിച്ച് വലുതാക്കേണ്ടി വരും, സ്കെയില് മൊത്തത്തിൽ അതിനെ ഡബിളാക്കുക, അല്ലെങ്കിൽ അതിനെ പകുതിയാക്കുക, അല്ലെങ്കിൽ എത്ര ടൈംസാണ് വേണ്ടത് വെച്ചാൽ അത്രയും സൈസിൽ നമ്മൾ ഇങ്ങനെയുള്ള കമാൻഡുകളൊക്കെയാണ് ഈ മോഡിഫൈയിൽ വരുന്നത്. ഈ മോഡിഫൈ ആണ് പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് മെനു. അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് വരുന്ന മെനു ഈ ഡ്രോ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ, നമ്മൾ വരച്ച സാധനത്തിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി. ഇതാണ് ഇതിനകത്തുള്ള മെയിൻ മെനു. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ അതിൻ്റെ അഡീഷണൽ സെറ്റിങ്ങിന് വേണ്ടിയുള്ള അതിൻ്റെ കമാൻഡുകളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ. ഇത് രണ്ടും ശരിക്ക് തറവായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോകാഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ വരച്ച ഒബ്ജക്റ്റിന് മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, അതിന് കുറേ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിൻ ഡ്രോ ആൻഡ് മോഡിഫൈ. ഓക്കെ, ഇത് ഉണ്ടല്ലേ വിൻഡോ, ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാത്തിലുള്ള അതേ മെനൂസ്, വിൻഡോ മെനു ഒക്കെ എല്ലാ വേർഡിലും എക്സലിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഓരോ മെനൂസിനും, ഇപ്പോൾ ഡ്രോ മെനു ആണെങ്കിൽ അതിൻ്റെ ടൂൾ ബാറുകളുണ്ട്. ഇതാണ് ഡ്രോയിൻ്റെ ടൂൾ ബാറാണ്. ഇതുണ്ടോ ഒരു സെറ്റ് ടൂൾ ബാർ. ഡ്രോ മെനുവിൽ വരുന്ന കമാൻഡുകളുടെ എല്ലാ ടൂളുകളും ഇതിനകത്തുണ്ടാവും. ഉണ്ടല്ലേ, ഇത് ഡ്രോ ടൂൾ ബാറാണ്. ദിസ് വൺ, ഇതാണ് ഡ്രോയിൻ്റെ ടൂൾ ബാർ. ഇതിനകത്ത് ലൈനുണ്ട്, സെയിം കമാൻഡ്, ലൈനുണ്ട്, സർക്കിളുണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. അതേപോലെ മോഡിഫൈൻ്റെ ടൂൾ ബാർ ആണ് ഇത്, മോഡിഫൈ കമാൻഡിൻ്റെ. ഓക്കെ, മോഡിഫൈ ഈ ടൂൾ ബാർ, ഈ ടൂൾ ബാറാണ് മോഡിഫൈ. ഈ മെനുവിലുള്ള എല്ലാ കമാൻഡുകളും ഇതിലുണ്ടാവും. അതിൻ്റെ ടൂൾ ഇതിലുണ്ടാവും. ടൂൾസ് ഒരു ടൂൾസ് സെറ്റ്, ഇത് ഡ്രോയിൻ്റെ ടൂൾ സെറ്റ്. അങ്ങനെ ഈ രണ്ട് മെനൂസും ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഇതിൽ വെച്ചിട്ട് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ആദ്യം ചെയ്യാം, പിന്നെ അതെങ്ങനെ മോഡിഫൈ ചെയ്യാൻ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധ ഓട്ടോകാഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സെറ്റിങ്സുകളാണ്. ആ സെറ്റിങ്സ് നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ മറ്റുള്ള പ്രോഗ്രാം കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ലെസണിലോട്ട് പോകാം. താങ്ക്സ്.